പല മലയാള ചിത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രാധാന്യം വളരെ കുറവാണ്. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, നമ്മൾ എവിടെ തുടങ്ങി മലയാള സിനിമ? സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന കഥയിൽ സ്ത്രീകൾക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് ഉർവശി അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു ചിത്രത്തിനെ കുറിച്ചാണ്, പാർവതിയും കൂടെ. സംവിധായകരും സിനിമാ നിർമ്മാതാക്കളും ഒന്നും ഇവിടെ സ്ത്രീകളെ തഴയുന്നൊന്നുമില്ല. 5 സീനേ ഉള്ളെങ്കിലും ഈ സീൻ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഓർമ്മിക്കും എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അഭിനയിക്കാം. ഒരു കൂട്ടായ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സൃഷ്ടിയാണ് സിനിമ. ഇനി എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത കാലത്തൊരു വലിയ സങ്കടമുള്ളത്, ഓരോരുത്തരൊക്കെ എഴുതി വിട്ടുള്ളത്, പല മലയാള ചിത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രാധാന്യം വളരെ കുറവാണ്. അത് ഇപ്പോൾ പറയാൻ കാര്യം വെച്ചാൽ ഈ അടുത്ത കാലത്ത് നല്ലതുപോലെ കളക്ട് ചെയ്ത 2 പടങ്ങളുണ്ട്. ഫഹദ് ഫാസിൽ ചെയ്ത ആവേശവും മറ്റേ മഞ്ഞുമ്മൽ ബോയ്സും. അതിങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വരുന്നു, പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, വലിയ കാര്യമൊന്നുമില്ല, ഒരു പ്രോപ്പർട്ടി പോലെ. അതിപ്പം ഞാനും ഒക്കെ പണ്ട് പറയാമായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, 5-6 സീനൊക്കെ ചെയ്തു, പക്ഷേ കാര്യമായിട്ടൊന്നും അഭിനയിച്ചില്ല എന്ന് പറയും. അത് സിനിമയുടെ ഒരു കുറ്റമാക്കി ചിത്രീകരിക്കുന്ന രീതി ഇപ്പം കേൾക്കുക. അയ്യോ ഒന്നുമില്ലായിരുന്നു, അങ്ങനെയായിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, നമ്മൾ എവിടെ തുടങ്ങി മലയാള സിനിമ? അല്ല, ഇപ്പം ഞാൻ പണ്ടത്തെ കഥ വിടൂ, നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ള കാലം പോലുള്ള സിനിമകൾ എടുത്താൽ തന്നെ തുലാഭാരം, ശാരദ ചേച്ചിക്ക് ഉർവശി അവാർഡ് കിട്ടിയ പടമാണ് അല്ലേ? പെണ്ണിൻ്റെ കഥ, നമ്മുടെ ഷീല ചേച്ചി. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് മഞ്ജു വാര്യർ വന്നപ്പോൾ കണ്ണെഴുതി പൊട്ടും തൊട്ട്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മളെല്ലാവരും കാണുന്നത് ഉർവശി അഭിനയിച്ച ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞൊരു ചിത്രത്തിനെ കുറിച്ചാണ്, പാർവതിയും കൂടെ. ആ ചിത്രത്തിനെക്കുറിച്ചും ഉർവശിയുടെ അതിനകത്തെ ഒരു മികച്ച പ്രകടനത്തെക്കുറിച്ചും എന്തോരം നിരൂപണങ്ങളും റിവ്യൂസും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ സ്ത്രീകൾക്ക് കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതല്ല, എഴുതപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്ന കഥയിൽ സ്ത്രീകൾക്ക് എന്തുമാത്രം പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അല്ലാതെ ആരും സ്ത്രീകൾ ഇവിടെ വേണ്ട എന്നൊന്നും അതൊന്നും അത് വെറുതെയാണ്. കാരണം ഈ സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ പ്രധാന നായകൻ എന്ന് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്, ഒന്ന് അതിൻ്റെ കഥ, മറ്റൊന്ന് അതിൻ്റെ ഈ പറയുന്ന സംവിധായകൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അഭിനയിക്കാൻ പോകുന്നവർ. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതാണ് നമ്മുടെ വേഷം കേട്ടോ, ചേച്ചി ഇങ്ങനെയാണ്, ചേച്ചി ഇങ്ങനെയാണ്, അങ്ങനെയാണ്. ഇപ്പോൾ കൂടിപ്പോയാൽ 4, 5, 6 ദിവസത്തേക്കുള്ള വേഷമൊക്കെ അമ്മമാർക്കുള്ളൂ. അത് സ്ത്രീകളോടുള്ള വിരോധം കൊണ്ടല്ല, എഴുതി വരുമ്പോൾ, കഥ എഴുതി വരുമ്പോൾ. ഇപ്പം ഞാൻ ഇതിന് മാത്രം സീനിൽ അഭിനയിച്ചോ? ബ്രോഡാഡിയിൽ ഇല്ലല്ലോ. പക്ഷേ അത്രയും ഉള്ളെങ്കിലും ആ കഥാപാത്രത്തിന് ഞാൻ എൻ്റെ മോനോട് തന്നെ പറയും, എൻ്റെ ദൈവമേ എവിടുന്നൊക്കെയാണ് മെസ്സേജുകൾ വരുന്നത്. ആ കഥാപാത്രം അത്രയ്ക്കൊന്ന് ത്രൂ ഔട്ട് അഭിനയിച്ച കഥാപാത്രമൊന്നും അല്ല ഞാൻ അതിനകത്ത്. പക്ഷേ ഉള്ളത് ആ കഥാപാത്രത്തിന് ഒരു വല്ലാതൊരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിച്ചു ഓഡിയൻസിൻ്റെ ഇടയിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു 3 വയസ്സുകാരി കുഞ്ഞു വരെ എൻ്റെ ചട്ടയും മുണ്ടൊക്കെ കൊടുത്ത് ഈ പറഞ്ഞല്ലോ ഞാനും മോഹൻലാലുമായിട്ടുള്ളൊരു സീൻ അതുപോലെ ആ കുഞ്ഞ് അഭിനയിച്ച് കാണിച്ചു, ജോണിക്കുട്ടിയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഈ എത്ര സീനുണ്ട് എന്നുള്ളതല്ല, ആ കഥയിൽ ഒരു സ്ത്രീ കഥാപാത്രത്തിന് എന്ത് പ്രാധാന്യമുണ്ട്, എത്ര ഈ കഥയുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധപ്പെടുത്തിയാൽ ഇവരെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഇപ്പോൾ 1 സീനാണോ 2 സീനാണോ, അല്ലാതെ സ്ത്രീയെ ഇവിടെ അവഗണിക്കുന്നു, സ്ത്രീക്ക് പ്രാധാന്യമില്ല എന്നൊക്കെ പറയാൻ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു ഭാഷയാണ് മലയാളം അല്ലേ? അമ്മ എന്ന് പറയുന്ന ഒരുപാട് പേര് നല്ല നല്ല പടങ്ങളിപ്പം പണ്ടത്തെ ആൾക്കാർ, ജോർജ് സാറിൻ്റെയൊക്കെ പടത്തിൽ തന്നെ ഇപ്പം നമുക്കറിയാം, ആദാമിൻ്റെ ഭാര്യയിലൊക്കെ, അതിലൊക്കെ സ്ത്രീകൾക്ക് നമുക്ക് കാണുമ്പോൾ നമ്മൾ എവിടെയോ ഈ കഥാപാത്രമായിട്ട് താതാത്മ്യം പ്രാപിച്ച് നമുക്ക് തന്നെ തോന്നാറുണ്ട്, യോ കറക്റ്റാണ് കേട്ടോ, സത്യം എന്ന് തോന്നാറുണ്ട് പല അമ്മമാരുടെയും കഥാപാത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ. അതിപ്പോൾ എല്ലാ സിനിമയിലും അങ്ങനെ വരണമെന്നില്ല. ഒരു സിനിമ ഉണ്ടാക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു കഥയുടെ ത്രെഡ് ഉണ്ടാക്കി അത് സ്ക്രിപ്റ്റ് എഴുതി വരുമ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു പക്ഷേ ഹീറോയുടെ വീട്ടിലോ ഹീറോയിൻ്റെ വീട്ടിലോ ഉള്ള ഒരു കഥാപാത്രം അല്ല, വേണ്ട പോലെ അത് ശരിയല്ല എന്ന് പറയാനും മാത്രമൊക്കെ ഉള്ള ഒരു അവസരമേ ആ അമ്മയ്ക്ക് കിട്ടുന്നുള്ളായിരിക്കാം. കഥ നടക്കുന്നത് വീടിന് പുറത്തായിരിക്കാം.
എന്നാലും അമ്മയെ ആ മോൻ പോകുന്ന സ്ഥലത്തെല്ലാം അമ്മയും കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും ഇപ്പോൾ ഇത് കേട്ടാൽ. അപ്പോൾ അതല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. സ്ത്രീകളെ തഴയുന്നില്ല, പക്ഷേ കഥകളിൽ എഴുതുന്നവർ സ്ത്രീകൾക്ക് വലിയ കാര്യമായ പങ്ക് എഴുതിയിടാത്തത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ സംവിധായകരും സിനിമാ നിർമ്മാതാക്കളും ഒന്നും ഇവിടെ സ്ത്രീകളെ തഴയുന്നൊന്നുമില്ല. വേഷമുണ്ടെങ്കിൽ അത് നമ്മളോടൊന്ന് പറയും, ഇതാണ് ചേച്ചി ഇത്രയൊക്കെ ഉള്ളൂ, താല്പര്യമുണ്ട് നമുക്ക് അഭിനയിക്കാമെന്ന് പറയും. 5 സീനേ ഉള്ളെങ്കിലും ഈ സീൻ ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ ഓർമ്മിക്കും എന്ന് നമുക്ക് തോന്നിയാൽ നമുക്ക് അഭിനയിക്കാം. ഇല്ലേ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പോലെ, അന്നേരം ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞൊഴിയാം. അല്ലാതെ ഇപ്പോൾ ഈ പറയുന്ന പോലെ എന്തോരം ഓടിയ പടങ്ങളാണ്. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ ആവേശവും ഈ മഞ്ഞുമൽ വോയിസും ഒക്കെ അല്ലേ, ആ കഥയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടെ കൊണ്ട് സ്ത്രീകളെ കയറ്റുമെന്നാണ് പറഞ്ഞത്. അനാവശ്യമായിട്ട് ഒരു സ്ത്രീ ഉണ്ടാവാൻ വേണ്ടി അതൊക്കെ സാധ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുമോ, അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്, ഒരു വിവരമുണ്ട്. ചുമ്മാതെ എന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി പറയുക, അത് അതിൻ്റേതായ ശരിയല്ല. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ അമ്മമാർക്ക് വേഷമില്ല, അങ്ങനത്തെ സ്ത്രീ കഥാപാത്രങ്ങളില്ല. എനിക്ക് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഈ ഉള്ളൊഴുകിനെ പറ്റി പറഞ്ഞിട്ടപ്പോൾ എനിക്ക് ഉർവശി അത് നേരിട്ട് കണ്ട് അഭിനന്ദിക്കണമെന്നുണ്ട്. അല്ല, ഉർവശി അല്ലെങ്കിലും ഒരു ഏറ്റവും വലിയ ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ഉർവശി, അത് യാതൊരു സംശയമില്ല. ഞാൻ മദ്രാസിൽ സുഖമായിട്ടൊക്കെ താമസിക്കാൻ 3 കൊച്ചു പിള്ളേരാണ്, ഉർവശിയും കലാരഞ്ജനിയും കൽപ്പനയും. അമ്മ അച്ഛൻ 2 പേരെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം, വീട്ടിൽ വരാറുണ്ട്. അത് കഴിഞ്ഞ് ഉർവശിയുടെ ഒരു വളർച്ച, ഉർവശി തമിഴിൽ വലിയ നായികയായി. ഉർവശിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സംസാരിക്കുമ്പോഴും ഉർവശിയുടെ അടുത്ത് നിന്ന് സംസാരിച്ച് നോക്കൂ. ഇപ്പോൾ ഞങ്ങളെല്ലാം കൂടെ സംസാരിക്കുകയാണെങ്കിൽ എന്തെല്ലാം കേൾക്കാൻ തമാശയായിട്ട്. ഒരു കൗണ്ടറിന് വേറൊരു കൗണ്ടർ ഇമ്മീഡിയറ്റായിട്ട് വന്നിരിക്കും ഉർവശി. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അഭിനയിക്കാൻ കഴിവുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. പക്ഷേ അവർക്ക് പറ്റിയ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണം. അങ്ങനെ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് സ്ത്രീകൾക്ക് അഭിനയിക്കാൻ നല്ല വേഷങ്ങൾ കിട്ടുന്നതും അതിലൂടെ അവരസാധ്യമായിട്ട് അഭിനയിച്ചു നീ ഉള്ളൊഴുകിൻ്റെ കാര്യം പറയുന്നവരെ പറയുന്നതും. അല്ലാതെ ആരും ഇവിടെ സ്ത്രീകളെ മാറ്റി നിർത്തുന്നു, അഭിനയിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അല്ല വേണം. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം ഒരു നിർമ്മാതാവ് ഒരു കുറച്ച് പൈസയായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യം ഉള്ളത് ഒരു നല്ല പടം എടുക്കണം, ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിൽ ചിലവായ പൈസയെങ്കിലും തിരിച്ച് കിട്ടണം ദൈവമേ എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ എല്ലാവരും പറയും ചേട്ടാ ഇതാണെങ്കിൽ നന്നായിരിക്കും, ഇന്ന ഹീറോ ആണെങ്കിൽ നന്നായിരിക്കും, അത് നമുക്കിങ്ങനെ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് അതിൻ്റെ ഒരു മെയിൻ ത്രെഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വന്നെത്തുന്ന കഥാപാത്രങ്ങളാണ്. അമ്മയാവാം, അമ്മായിയാവാം, അമ്മായി അമ്മയാവാം, ആരുമാകാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നായികാ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റില്ലേ. അവരുടെ കഥ മാത്രം കാണിച്ചുകൊണ്ടിരുന്നാൽ ബാക്കി കഥ എവിടെ പറയും. അപ്പോൾ ഇത് ഒരു ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ചേച്ചിയൊക്കെ അത് പറയാത്തതെന്ന് ചോദിച്ചാൽ പറയാഞ്ഞിട്ടൊന്നും അല്ല, പറയാനുള്ള സാഹചര്യം സിനിമ അറിയാവുന്നവർക്കറിയാം. അങ്ങനൊരു സ്ത്രീക്ക് വേണ്ടി എഴുതണമെങ്കിൽ അത് ആ സ്ത്രീയെ വെച്ച് ഒരു കഥ, ഒരമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള രീതിയിലൊരു കഥയുണ്ടാക്കി അങ്ങനെ എഴുതുന്ന സ്ക്രിപ്റ്റുകളിലാണ് സ്ത്രീകൾക്ക് ഒരു പക്ഷേ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ. അങ്ങനെ വന്നതാണ് തുലാഭാരവും പെണ്ണിൻ്റെ കഥയും. ഇതെല്ലാം തമിഴിലും അതെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കഥകൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളത്. അതല്ലാതെ ഇപ്പോൾ ഈ ഓടിയ പടങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിത്രങ്ങളല്ലേ. അതിനകത്ത് ഒരു സ്ത്രീ ഇല്ലെന്ന് വിചാരിച്ചത് എന്ത് സംഭവിച്ചെന്നാ? സ്ത്രീ വരണ്ടടുത്ത് ചിലപ്പോൾ പോയതോ വന്നെന്നോ അല്ലെങ്കിൽ മോനെ നീ പോകണമെന്നോ ചോദിച്ചെന്നൊക്കെ എനിക്ക് വല്ലതും കഴിച്ചിട്ട് പോടാ, ഇതൊക്കെ ഉള്ളൂ ആ കഥയിൽ ചെയ്യാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യും? അതുകൊണ്ട് ദയവ് ചെയ്ത് മനഃപൂർവ്വമായിട്ട് ആരും സ്ത്രീ കഥാപാത്രങ്ങളെ ഇല്ലാതെ ഇവിടെ സിനിമ എടുക്കുന്നു എന്ന് പറയരുത്. ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും അല്ലേ. മനഃപൂർവ്വമായിട്ടൊരു സ്ത്രീ കഥാപാത്രം ഉണ്ടാക്കിയാൽ അത് കാണുമ്പോഴറിയാം ഇത് ഇവർക്കൊരു വേഷം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അപ്പോൾ അതല്ല, ഒരു സ്ത്രീ കഥാപാത്രം അത് അമ്മയായാലും ഭാര്യയായാലും അനിയത്തിയായാലും ചേട്ടത്തിയായാലും വേണം എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ആ കഥയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേണം. അത് മാറ്റി നിർത്തുമ്പോൾ കുറച്ചും കൂടെയൊക്കെ ഒരു ഫാമിലി സംഭവങ്ങളാകാമായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്. ആരെയും ഇവിടെ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ കഥയ്ക്കനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് മാറാൻ കലാകാരന്മാരെ എപ്പോഴും ക്ഷണിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു, ഈ സ്ത്രീ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തി അത് എഴുതപ്പെടുന്ന കഥകളിൽ അതില്ല, അതൊന്നും കഥ എഴുതുന്നവരെ കുറ്റപ്പെടുത്തിയിട്ടാണെന്നുള്ള വ്യാഖ്യാനം നാളെ കൊണ്ടുവരല്ലേ. അങ്ങനെയല്ല. നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ സിനിമ എന്ന് പറയുന്നത്, അതിൻ്റെ നിർമ്മാണം എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നൊരു സൃഷ്ടിയാണ്. ആദ്യം ഒരു ചെറിയ ഐഡിയ ആരെങ്കിലും ഒന്ന് പറയും,
അപ്പോൾ അത് ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറുകഥ, അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു കണ്ടൻറ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു ചെറുകഥാ രൂപത്തിൽ ഒരു 4-5 പേജ് എഴുതി, ഇതാണ് അതിൻ്റെ ഒരു സാരാംശം എന്ന് പറയും. പിന്നീടാണ് അതിനെ സ്ക്രിപ്റ്റ് ആക്കുന്നതുമൊക്കെ. അപ്പോൾ കഥാകൃത്തും കൂടെ ഇരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതായത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സിനിമ ഉരുത്തിരിഞ്ഞ് വരുന്നത് ഒരു കൂട്ടായ്മയിലൂടെയാണ്. ഒരു കൂട്ടായ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സൃഷ്ടിയാണ് സിനിമ. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു കഥാകൃത്ത് വേണ്ട ഇതിന് അമ്മ വേണ്ട, പെങ്ങൾ വേണ്ട, ഭാര്യ വേണ്ട എന്നൊന്നും പറയത്തില്ല. ഇതിൻ്റെ പ്രധാന സംഭവം എന്താണെന്നറിയോ? പണ്ടത്തെ കാലത്ത് ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞ പടങ്ങളൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചിതമായിരിക്കത്തില്ല. തുലാഭാരമായാലും പെണ്ണിൻ്റെ കഥയാണെങ്കിലും എല്ലാം. പക്ഷേ ഈ അടുത്ത കാലത്ത് പോലും നമുക്ക് എത്രയോ പേര് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതായി, ഇപ്പോൾ വാണി വിശ്വനാഥ് പോലീസ് വേഷമൊക്കെ ചെയ്ത് എത്ര മിടുക്കിയായിട്ട് എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ അതിനെ തുടർന്ന് ഒരു ഒത്തിരി നായികമാർ വളരെ സ്മാർട്ടായിട്ട്, ഈവൻ മഞ്ജു തന്നെ അതിന് ശേഷം എത്രയോ കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷേ അപ്പം സ്ത്രീ മാത്രമായിട്ട് കിടന്ന് കസറുമ്പം സത്യം പറയട്ടോ, ഞാൻ കാണുന്നത് പ്രേക്ഷകർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഒരു ഇച്ചിരി പ്രയാസമുണ്ട്. ഞാൻ ഇതിനു മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ഹീറോയിസം ആരാധിക്കുന്നവരുണ്ട്, വില്ലനിസത്തിനെ കണ്ട് ആരാധന മൂത്ത് സംസാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കഥാകൃത്തോ സംവിധായകനോ സിനിമ എടുക്കുന്നവരോ അല്ല. അങ്ങനെ ഒരു കഥ വന്നാൽ, ഈ പഴയ പോലെയുള്ള ഒരു സ്ത്രീകൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടൊരു സിനിമ വന്നാൽ, നിങ്ങൾ പ്രേക്ഷകരവിടെ ചെല്ലുന്നതിൻ്റെ അളവ് ഇച്ചിരി കുറവാണ്. ചുമ്മാ എൻ്റെ പൊന്നെ ചേച്ചി എന്തോ കുറേ നേരമൊക്കെ ഇരുന്ന് കരഞ്ഞ് കുറച്ച് എന്നൊക്കെയായി പോകും. അത് കരഞ്ഞു പിടിച്ചു ഇങ്ങനെയൊക്കെയുള്ള വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കുറേ കമൻസൊക്കെ പറഞ്ഞു വെച്ച് അങ്ങ് പോവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പടമെടുക്കുക പറയുന്നത് സാറേ, ആ കഥാപാത്രം ചിലപ്പോൾ അത്രയും നമ്മൾ പോവുകയാണ്, ഇവിടെ ഹീറോയോ അല്ലെങ്കിൽ അനിയനോ അച്ഛനോ ഒക്കെ അതിൻ്റെ ഒരു ബാലൻസിങ് ശരിയാവുമോ എന്നൊക്കെ അഭിപ്രായം ഞാൻ ചോദിക്കില്ലേ. ഇപ്പം ഞാനൊരു കഥ കേൾക്കുകയാണെങ്കിൽ ചോദിക്കുക, അല്ലെ ഇപ്പോൾ എന്തിപ്പോൾ അവിടെ അവർക്കെന്താ കാര്യം എന്ന് നമ്മൾ ചോദിക്കും, എല്ലാ ആർട്ടിസ്റ്റുകളും ചോദിക്കും എന്ന് പറയുന്ന പോലെ. അങ്ങനെ വരുമ്പോൾ ഈ കഥ എഴുതുന്ന ആളല്ല, അയ്യോ അവരൊക്കെ അതിനുവേണ്ടി മെനക്കിടുന്നത് രാവും പകലും ഇരുന്ന് എഴുതി അത് സ്ക്രിപ്റ്റാക്കി കൊണ്ടു കൊടുക്കുമ്പം പിന്നെയും വരും ചിലപ്പോൾ കറക്ഷൻ, ക്ലൈമാക്സ് ഒന്ന് മാറ്റാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആളിങ്ങനെ പോകുന്നത് ഒന്ന് മാറ്റാം, ഇങ്ങനത്തെ മാറ്റങ്ങൾ വീണ്ടും വരും. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് എല്ലാം ഇത് കേട്ടോണ്ട് അത് തിരുത്തി അതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന സംഭവം സ്ക്രിപ്റ്റ് കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോഴാണ് സിനിമ തുടങ്ങുന്നത്. അതുകൊണ്ട് ഒരു കാലത്ത് നമുക്ക് കഥ എഴുതുന്നവരെ, പിന്നെ ഒന്നെന്താ വെച്ചാൽ ഈ സിനിമയിലും അതെ, ആരെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരിക, ജാതി മതം കൊണ്ടുവരിക, ഇതൊരു വൃത്തികെട്ടൊരു സ്വഭാവം. ഇതൊക്കെ എന്തിനാണതൊക്കെ? ഒരാളുടെ ഇപ്പോൾ ഒരു കമൻറ്റ് വായിച്ചാൽ നമുക്കറിയാം, വളരെ ടോട്ടലി ബേസ്ലെസ് ആയി, ഒരു അർത്ഥമില്ലാത്ത അനാവശ്യമായ ഒരു കമൻറ്റാണ്. പേര് നോക്കുമ്പോൾ ഇദ്ദേഹമായിരുന്നു, ഇത് ഈ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാവും. പക്ഷെ നമ്മളാരും അത് പറയാറില്ല. അത് അവരുടെ ഒരു സുഖം അങ്ങ് വിട്ടുകളയും. അതല്ല, സിനിമയിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തുള്ളൊരു സജീവ രാഷ്ട്രീയവും അങ്ങനെ അതിൻ്റെ പേരിലുള്ള ഒരു പിണക്കങ്ങളോ ഒന്നുമില്ല. പരമസുഖമായിട്ടൊരു കൂട്ടുകുടുംബം പോലെ കഴിയുന്നത്. പിന്നെ എല്ലാവർക്കും ഉണ്ട് ഒരു നല്ല സംവിധായകൻ വരണം, നല്ല നിർമ്മാതാവ് വരണം. എന്തുകൊണ്ടത്? പടം നന്നായിട്ട് ഇറക്കണം അല്ലേ? നല്ല രീതിയിലൊരു ചിത്രം എടുത്ത് ഇറക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. അതിന് സാമ്പത്തിക ശേഷിയുള്ള നിർമ്മാതാവ് വേണം, നന്നായിട്ട് പരസ്യങ്ങളൊക്കെ ചെയ്തിറക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ വേണം, പിന്നെ തൻ്റെ കഥാപാത്രവും നന്നായിരിക്കണം, ജനത്തിന് ഇഷ്ടപ്പെടണം. ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്നാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അല്ലാതെ അതിനകത്ത് അമ്മ എങ്ങോട്ടോടി, ഭാര്യ എങ്ങോട്ട് തിരിഞ്ഞു, അനിയത്തി എവിടെ പോയി, ഇതൊന്നും പ്രസക്തിയില്ല. അത് പ്രസക്തമായ ഭാഗങ്ങൾ അവരുടേതൊക്കെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അത് വരുത്തിയിരിക്കും. ഇല്ലെങ്കിൽ സംവിധായകൻ പറഞ്ഞെങ്കിലും അത് എഴുതിക്കും. അതുകൊണ്ട് ഒരു സിനിമാ സൃഷ്ടിയിൽ രാഷ്ട്രീയമോ അതോ ഇതോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ സിനിമ കൊണ്ടുപോയാൽ നമുക്ക് നല്ല സന്തോഷമായിട്ട് നമുക്ക് സിനിമ കാണാം. ആ വക വിചാരങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് തിയേറ്ററിൽ പോവുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഇവിടെ അമ്മയെ കാണുന്നില്ല, പെങ്ങളെ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല, അനിയത്തിയെ കാണുന്നില്ല, സ്ത്രീ കഥാപാത്രം കുറവാന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെയൊക്കെ ഒരു വലിയ മനസ്സുണ്ട്. ഇവിടെ അന്യഭാഷയിൽ കന്നഡം, തെലുങ്ക്, തമിഴ്, ഹിന്ദിയൊക്കെ അഭിനയിച്ച നയൻതാരയെ നിങ്ങളെല്ലാവരും ലേഡി സൂപ്പർ സ്റ്റാറായിട്ടാണ് കാണുന്നത് അല്ലേ? നമ്മുടെ മഞ്ജു വാര്യരെ നമ്മൾ കേരളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറായിട്ടാണ് ഇപ്പോഴും വിശേഷം. അപ്പോൾ അതൊക്കെ അത്തരം സ്ഥാനങ്ങൾ കൊടുക്കാനായിട്ട് ഒരു വിമുഖതയില്ലാത്ത ഒരു ജനവിഭാഗമാണ് നിങ്ങൾ. അതെന്തുകൊണ്ടാണ്? അവരഭിനയിച്ച കഥാപാത്രങ്ങൾ അത്രയും ശക്തമായിട്ട് മനസ്സിനുകളെ സ്വാധീനിക്കാൻ പറ്റിയിട്ടുള്ള കഥാപാത്രങ്ങൾ അവർ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെയുള്ള ലേഡീസ് സൂപ്പർ, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ
ലേഡി സൂപ്പർ സ്റ്റാർ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഉർവശി ലേഡി സൂപ്പർ സ്റ്റാറാണ്. തീർച്ചയായിട്ടും അതെ, പണ്ടേ അതെ. അങ്ങനെ ഇവിടെ ഒരുപാട് ലേഡി സൂപ്പർ സ്റ്റാറുകൾ മുമ്പിലുണ്ട്. അത് ഷീലാമ്മ, ജയഭാരതി, ഇവരൊക്കെ എന്താ മോശമാണ്? എന്തോരം കഥാപാത്രങ്ങളാണ് അവരൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് അന്നും ഈ പദവി നമ്മൾ പച്ചയ്ക്ക് പറയുന്നില്ലെന്നേ ഉള്ളൂ. നമ്മുടെ മനസ്സിൽ അവരൊക്കെ അന്നും വലിയ ലേഡി സൂപ്പർ സ്റ്റാറുകളാണ്. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടം മലയാള സിനിമയ്ക്കുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. അതിൽ ഇപ്പോഴത്തെ തലമുറയിലുള്ളവരാണ് ഇപ്പോൾ നയൻതാരയും മഞ്ജു വാര്യരും ഒക്കെ. അതെല്ലാം സമ്മതിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത് അവരെയൊക്കെ വെച്ച് നല്ല പടങ്ങൾ വന്നുകൊണ്ടല്ലേ. ഇനിയും നല്ല ചിത്രങ്ങൾ വരും. ഇനിയും ഇവിടെ പല ലേഡി സൂപ്പർ സ്റ്റാറുകളും വരും. അതൊക്കെ കണ്ട് ആനന്ദിക്കാനും സന്തോഷിക്കാനും ഞങ്ങളെപ്പോലെയൊക്കെയുള്ള പ്രേക്ഷകർ അന്നും ഇന്നും എന്നും ഉണ്ടാവും.